ഹായ്, നമ്മുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ +1 ഇപ്പോൾ റെഗുലറായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കും ഈ വീഡിയോ ഉപകാരം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ പഠിച്ചിരുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മീഡിയൻ്റെ പ്രോബ്ലം 3 രീതിയിൽ, അതായത് ഇൻഡിവിജ്വൽ ഡാറ്റയിലുള്ള ഫോമുലയല്ല എന്തിൽ ചെയ്യുന്നത്, നമ്മുടെ ഫ്രീക്വൻസി പ്രോബ്ലം വരുമ്പോൾ, അതല്ല ക്ലാസ് ഇൻ്റർവൽ വരുമ്പോൾ, 3 രീതിയിലായതുകൊണ്ടാണ് ഞാൻ വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ മീഡിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ +2കാരോട് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ വെറൈറ്റി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ചോദിക്കുന്നതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് ഇൻഡയറക്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇൻഡയറക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ അധികം ചോദിക്കാറില്ല, കുറേ വർഷങ്ങളായിട്ട് ചോദിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ടു ദി ഫോളോയിങ് ഡാറ്റ തന്നിട്ടുണ്ട്. മീഡിയൻ്റെ മാത്രം പ്രത്യേകതയാണ് അയാൾ ചില്ലറക്കാരനല്ല, അയാൾ ഒരു സ്റ്റാൻഡേർഡാണ്, ഭയങ്കര സ്റ്റാൻഡേർഡ്. ഞാൻ നല്ല എപ്പോഴും അടിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുന്ന ആളാണ് ആര്? മീഡിയൻ. അപ്പോൾ മീഡിയന് ചില പ്രത്യേകത ഉണ്ട്. തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ തന്നെ എഴുതാൻ പാടില്ല. തന്നിരിക്കുന്ന ഡാറ്റേനെ ഓർഡർ ആക്കി എഴുതണം, ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കി എഴുതണം. അതായത് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ്, എങ്ങനെയായാലും കുഴപ്പമില്ല. ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എങ്ങനെയെങ്കിലും ഒരു ഓർഡർ ആക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ മീഡിയന് മാത്രമുള്ള പ്രശ്നമാണ് കേട്ടോ അത്. മോഡിനൊന്നും ബാക്കിയുള്ളവർക്ക് ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല. മീഡിയൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് നോക്കിക്കൊള്ളണേ. തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ആദ്യം ചെറിയ വാല്യൂ ഏതാണ്? 10 എഴുതി. പിന്നെ ചെറുത് ഏതാ? 11, പിന്നെ 2 വരുന്നുണ്ടല്ലേ, 12, 13, 13, 14, 16 ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് മീഡിയൻ എന്ന് പറയുന്നത്, ഇതാണ് ഫോർമുല. മീഡിയൻ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് n+1/2 വാല്യൂ ഐറ്റം, അല്ലെങ്കിൽ n+1/2 വാല്യൂ ആണ് എന്ത്? മീഡിയൻ. ഇവിടെ എത്ര ടൈം ഉണ്ട് നോക്കാം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലേ? അപ്പോൾ 12 + 1/2 വാല്യൂ, 12 + 1 എന്ന് പറഞ്ഞാൽ 13/2 അല്ലേ? 13/2 വാല്യൂ. 13/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/2 6 അല്ല, അപ്പോൾ 6.5 വരും. 6.5 വാല്യൂ ആണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതാണ് 6.5? നോക്ക്, കൗണ്ട് ചെയ്യണേ. 1, 2, 3, 4, 5, 6. ഇതാണ് 6. 6.5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആണ് എന്ത്? മീഡിയൻ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലത്തെ വാല്യൂ ഇല്ലേ, അപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി 13ഉം 14ഉം കൂടി കൂട്ടുക /2. അപ്പോൾ 13.5. ഇങ്ങനെയാണ് മീഡിയൻ കാണുന്ന സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഇനി കൂതറ മെത്തേഡ് ഉണ്ട്, എൻ്റെ മെത്തേഡ്, ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ്. നമുക്ക് അങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെ ഫോമുല വെച്ചിട്ട് പഠിക്കാം. അല്ലാത്തവർക്ക്, ഫോമുല വെച്ച് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് എൻ്റെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രിക്ക് കേട്ടോ. ഓക്കെ, എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. വേറെ ഒന്നുമില്ല, മീഡിയം കാണാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അത് എഴുതാൻ അറിയാലോ അല്ലേ? ചെറുതും വലുതും തിരിച്ചറിയാറിയാലോ. ഓക്കെ, അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നു. എന്നിട്ട് ഇവിടെ ഒരാളെ വെട്ടിക്കളയുക, അവിടെ ഒരാളെ വെട്ടിക്കളയുക. മനസ്സിലായോ? പിന്നെ ഒന്നും നോക്കണ്ട, അടുത്ത ആളെയും വെട്ടുക. ഇവിടെ അടുത്ത ആളെ വെട്ടി, ഇവിടെ അടുത്ത ആളെ വെട്ടി, 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 അടുത്താളെ വെട്ടി, അടുത്താളെ വെട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് നിൽക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഇടയിലത്തെ വാല്യൂ ആണ് എന്ത്? മീഡിയൻ. മനസ്സിലായോ? ചിലപ്പോൾ ഇതിപ്പോൾ എത്ര പേരാ? 12 പേര് വന്നതുകൊണ്ടാണ് ഈ ഇടയിൽ ഇങ്ങനെ 2 പേര് വന്നത്. ഒറ്റ സംഖ്യയാണെങ്കിലേ അവിടെ ഇടയിൽ ഒരാളെ ഉണ്ടാവുള്ള. ദാറ്റ് ഈസ് ദ മീഡിയൻ. മീഡിയൻ ഇസ് ദി മിഡിൽ വാല്യൂ എന്നാണ് വിളിക്കുക. മീഡിയൻ എന്താണ്? മിഡിലിൽ കിടക്കുന്നത് ആരാണോ അയാളാണ് ആര്? മീഡിയൻ. അപ്പോൾ ഇവിടെ മീഡിയൻ ആരാണ്? മീഡിയൻ ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡ് വാല്യൂ 13 + 14/2, 13.5 എന്ന് കാൽക്കുലേറ്റർ കിട്ടൂടാ. കാൽക്കുലേറ്റർ അടിക്കുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടുകൊള്ളണേ. ഓക്കെ, 13.5 നമ്മൾ ഇനി ഓരോ എക്സിൽ നിന്നും കുറയ്ക്കുകയാണേ. എങ്ങനെയാണ് മീഡിയം കാണേണ്ടത് ശ്രദ്ധിക്കുക. ഇതിൽ ഒരാൾ കുറവായിരുന്നെങ്കിൽ, അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റ ഇരട്ട സംഖ്യയ്ക്ക് പകരം ഒറ്റ സംഖ്യയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഒരാൾ കിടക്കൂട്ടാ. മനസ്സിലായല്ലോ? ഇരട്ട സംഖ്യയാണെങ്കിൽ സെൻറ്ററിൽ 2 പേര് എടുക്കുക, അപ്പോൾ 2 കൂടി കൂട്ടുക /2. ഒറ്റ സംഖ്യയാണ് 13, അങ്ങനെ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കിക്കൊള്ളേ. ഇനി നമ്മൾ ചെയ്യുന്ന വളരെ എളുപ്പമാണ്. കാര്യം കഴിഞ്ഞോട്ടാ. എക്സ് എഴുതുക, എക്സിൽ നിന്ന് മീഡിയം കുറയ്ക്കുക. ഓക്കെ, അത് മോഡുലസ് എഴുതുക. ഇത്രയേ ഉള്ളൂ, വലിയ റിസ്ക് ഒന്നുമില്ല. ഓരോ എക്സ് എഴുതുന്നു, അതിൽ മീഡിയം കുറയ്ക്കുന്നു. എക്സ് ആരാണ്?
10, 11, 11, 12, 13, 13, 14, 16, 16, 17, 17, പിന്നെ ആരെ കണ്ട് 18 ഉണ്ട് അല്ലേ, 18. അതിൽ നിന്ന് മീഡിയം കുറയ്ക്കുന്നു. ആരാണ്? 3.5 കുറയ്ക്കുന്നു. 13.5 കുറയ്ക്കുന്നു. 10ൽ നിന്ന് 13.5 മോഡുലസ് എടുക്കണേ 3.5, ഇവിടെ ഇപ്പോൾ 2.5, 2.5, 1.5, 13.5 കുറച്ച് 0.5, 0.5, 14 0.5 കുറച്ചാലും മോഡുലസ് എടുക്കണോണ്ടാണ്. മോഡുലസ് എടുക്കണോണ്ട് നെഗറ്റീവ് പറയണ്ട കേട്ടോ. അപ്പോഴും 0.5, 16 കുറയ്ക്കുമ്പോൾ 16 3 കുറച്ച കാൽക്കുലേറ്ററിൽ കുറയ്ക്കാൻ അറിയേണ്ട ചോദിച്ചാൽ യെസ് 16 പറയുമ്പോൾ 2.5, 2.5, 2.5, അപ്പോൾ 3.5, 3.5, അവസാനം 4.5 ഇടാ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എല്ലാവരും കൂട്ടി നോക്കിയാൽ 28 ഇടാ, 28 കിട്ടി. ഓക്കെ, അവസാനം മെയിൻ ഡീവിയേഷൻ എഴുതാം. മെയിൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. മെയിൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ എക്സിനെ മീഡിയനിൽ നിന്ന് കുറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോർമുല സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ ബൈ എൻ എന്നാണ് വരുന്നത്. അതായത് 28/12. 28/12 കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. 2.33 എന്നാണ് കിട്ടുന്നത് കേട്ടോ. 2.3333. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ബോറയോ? മനസ്സിലായോ? വലിയ റിസ്ക് ഇല്ല. മെയിനിനെ കുറച്ചതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, മീഡിയനെ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂവിനെ തന്നിരിക്കുന്ന ഡാറ്റേനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിൻ്റെ മിഡിൽ വാല്യൂവിനെ എടുത്തിട്ട് കുറയ്ക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒരു പ്രോബ്ലമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ പ്രോബ്ലം നോക്കാവേ. ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്ന പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫ്രീക്വൻസി വരുന്നൊരു പ്രോബ്ലമാണേ. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആയാലും ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഏതൊരു ക്വസ്റ്റൻ ആയാലും തന്നിരിക്കുന്ന ഡാറ്റ എക്സിൻ്റെ വാല്യൂ, ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ വാല്യൂ ആണ് കേട്ടോ. എക്സിൻ്റെ വാല്യൂ അസെൻഡിങ് ഓർഡറിലല്ലേ എന്ന് ശ്രദ്ധിച്ചോളേ. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ അസെൻഡിങ് ഓർഡറിലല്ലാത്ത ക്വസ്റ്റനൊക്കെ തരാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല, ശരിക്കുള്ള ക്വസ്റ്റൻ നേരിട്ടിട്ട് കുഴപ്പമില്ലാത്ത ക്വസ്റ്റൻ ആയിരുന്നേ. ഞാൻ ക്വസ്റ്റൻ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇത് നോക്കുക. ഇവിടെ 5 കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ വാല്യൂ 15 വന്നേ. ശരിക്കും പറഞ്ഞാൽ 7 അല്ലേ വരേണ്ടിയിരുന്നത്. ഇപ്പോൾ ഒരു ഓർഡർ തെറ്റിയില്ലേ? 5 കഴിഞ്ഞാൽ പിന്നെ 7 വരണമായിരുന്നു, പിന്നെ 9 വരണം, പിന്നെ 10, 12 അല്ലേ? അപ്പോൾ ഇതൊക്കെ ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം മുന്നോട്ട് പോകാൻ. അതായത് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ എഴുതുന്ന സമയത്തുണ്ടല്ലോ, എക്സും ഫ്രീക്വൻസി എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളാം, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയുന്നത്. എക്സും ഫ്രീക്വൻസി നമ്മൾ എഴുതുമ്പോൾ ആദ്യം എക്സിൻ്റെ വാല്യൂ, ഫ്രീക്വൻസി നോക്കരുത്, എക്സിൻ്റെ വാല്യൂയിൽ ഏറ്റവും ചെറുത് ഏതാ? 5 അല്ലേ? അപ്പോൾ 5ഉം കൂടെയുള്ള 8നെ എഴുതണേ. 8 അസെൻഡിങ് ഓർഡറിലല്ലോ എന്ന് ചിന്തിക്കരുത്, ഫ്രീക്വൻസി കൂടെ കൊണ്ടുപോകണം. മനസ്സിലായോ? എക്സിൻ്റെ വാല്യൂ എഴുതുമ്പോൾ കൂടെ ഫ്രീക്വൻസി കൂടെ എഴുതാം. അപ്പോൾ ഇതിനെ പിക്ക് ചെയ്ത് ആദ്യം എഴുതി. പിന്നെ ഏറ്റവും ചെറുത് ഏതാണ്? പിന്നെ 7ഉം 6ഉം ആണ്. അപ്പോൾ 7, 6 എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ എടുത്തു. അടുത്തതോ പിന്നെ 9, 2 ആണ്. അടുത്ത് 10, 2 ആണ്. ദെൻ 12, 2 ആണ്. അതിന് ശേഷമാണ് 15, 6 വരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റേനെ ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഫ്രീക്വൻസിയുടെ സമ്മ് കണ്ടുപിടിച്ചോളൂ. നമുക്ക് എന്നെ ആവശ്യം വരുന്നുണ്ട്. ഫ്രീക്വൻസിയുടെ സമ്മ് കാണാം. 8, 2, 10, 16, 6, 4, 10, 18, 20, 26 എന്നെ വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ എന്നെ 26 കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ വേറെ ഒരു ഇതിലില്ലാത്തതാണ്, അധികം ആൾക്കാർ നോക്കാത്തൊരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ. മീഡിയൻ കാണാൻ ചോദിക്കുമ്പോൾ ഫ്രീക്വൻസിയുടെ പ്രോബ്ലം ആണെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു പുതിയൊരു ടേം നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് മീഡിയൻ കിട്ടുള്ളൂ. മനസ്സിലായോ? ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടതിന് ശേഷം ഓരോ എക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? മീഡിയനെ കുറയ്ക്കുന്നു. പിന്നെ ഒക്കെ പഴയതുപോലെ തന്നെ. പിന്നെ എന്താണ്? ഇനി എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, പഴയതുപോലെ തന്നെയാണ്. അപ്പോൾ കാൽക്കുലേഷൻ വലിയ റിസ്ക് ഒന്നുമില്ല. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ആദ്യത്തെ ഫ്രീക്വൻസി എഴുതി 8 കണ്ടോ. അതിൻ്റെ കൂടെ ഈ ഫ്രീക്വൻസിനെ കൂട്ടുക. 8, 6, 14. അതിൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി നിങ്ങളുടെ കൂട്ടുക 16. അതിൻ്റെ കൂടെ ഇതിനെ കൂട്ടുക 18. ഇതിനെ കൂട്ടുക 20. ഇതിനെ കൂട്ടുക 26. അവസാനത്തെ ഇത് സെയിം ആവണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണ്. നമുക്ക് കൂട്ടാൻ അറിയില്ല എന്നാണ് കേട്ടോ.
ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് അല്ല, നമുക്ക് കൂട്ടാൻ അറിയില്ല എന്നാണ്. ഇത് ഇവിടുന്ന് ഇതുവരെ കൂട്ടുന്ന വാല്യൂ ഇത് എന്നും സെയിം അല്ലേ, അത്രേ ഉള്ളൂ. ഇത് ഇത്രയും കണ്ടിട്ട് മീഡിയനിലേക്ക് പോവാവേ. മീഡിയൻ്റെ ഫോമുല ഇതാണ്. മീഡിയൻ ഈക്വൽ ടു, ആദ്യം മീഡിയൻ കാണണ്ടേ, മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ്, ശ്രദ്ധിച്ചോളെ മീഡിയൻ്റെ ഫോമുല പുതിയ ഫോമുലയാണ്. സൈസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ n+1/2th ഐറ്റം ഇൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ നോക്കുന്നത്. സൈസ് ഓഫ് n+1/2th ഐറ്റം ആണ്. അതായത് സൈസ് ഓഫ് n ഇവിടെ എത്രയാ, 26+1/2th ഐറ്റം. അതായത് സൈസ് ഓഫ് 26 1 27 അല്ലേ, 27/2 27/2th ഐറ്റം. അതായത് സൈസ് ഓഫ് 27/2 നോക്കുകയാണ്. 26/2 പറഞ്ഞാൽ 13 അല്ലേ, അപ്പോൾ 13.5 അല്ലേ, 13.5th ഐറ്റം. സൈസ് ഓഫ് 13.5th ഐറ്റം ഇൻ എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുകയാണേ, ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതിൽ നോക്കാം, ഇതിൽ 13.5 ഏത് ഡാറ്റയുടെ ഉള്ളിലാണ് വരിക? 13.5 ഏത് ഡാറ്റയുടെ ഉള്ളിലാണ് വരിക? ഈ ഒരു കോളത്തിലല്ലേ വരിക? നോക്കാം, ഈ ഒരു കോളത്തിലല്ലേ 13.5 14ൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ ഇത് വരുന്നതാണ് മീഡിയൻ വരുന്ന ക്ലാസ്. കണ്ടോ, ക്യുമുലേറ്റീവിലാണ് നോക്കേണ്ടത്. ശ്രദ്ധിച്ചോളേ, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 13.5, അത് ക്യുമുലേറ്റീവിൽ എവിടെയാണ് നോക്കുക, മനസ്സിലായോ? ഈ ക്യുമുലേറ്റീവിൽ എവിടെ വരുന്നത്? 8ൻ്റെ ഉള്ളിലാണോ? 13.5 അല്ലല്ലോ, 14ൻ്റെ ഉള്ളിലല്ലേ. അത് വരുന്ന എക്സ് വാല്യൂ ആണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ എത്രയാണ്? മീഡിയൻ ഈസ് 7. മനസ്സിലായോ? സിമ്പിളായിട്ട് സാധനം കഴിഞ്ഞു. മീഡിയൻ 13.5 അല്ല കേട്ടോ, 13.5 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് വരുന്നത് നോക്കുക. അത് വരുന്ന എക്സ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മീഡിയൻ. മനസ്സിലായോ? ആ മീഡിയൻ കണ്ടിട്ട് അത് ഓരോ എക്സിൽ നിന്നാണ് കുറച്ചുകൂടെ. ഇവിടുന്നാണ് കുറയ്ക്കുന്നത്, എക്സിൽ നിന്ന് കുറയ്ക്കുക. എക്സിൽ നിന്ന് 7 കുറയ്ക്കുക. 5 - 7 -2 ആണ് 0, 2 ആണ്. 7 - 7 0, 9 - 7 2, 10 - 7 3, 12 - 7 3 + 2 5, 15 - 7 അപ്പോൾ 8 അല്ലേ, 5 3 8 8 ആണ് വരുന്നത് കേട്ടോ. അതിനെ എഫ് കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 2 0 2 3 5 8. ഓക്കെ, എഫ് ആയിട്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യണേ. ഇതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 2 16, 6 × 0 0, 2 × 2 4, 3 × 2 6, 5 × 2 10, 8 × 6 48 48. ഓക്കെ, അതിൻ്റെ സം എടുക്കുക. അതിൻ്റെ സം എടുക്കുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 84 കിട്ടുന്നത് കേട്ടോ. 84 48 10 58 58 10 68 68 10 78 78 6 84 കേട്ടോ. അപ്പോൾ മീൻ ഡീവിയേഷൻ്റെ ഫോർമുല എഴുതാം. മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ ബൈ എൻ, അതായത് 84/26. ഇതാണ് മീൻ ഡീവിയേഷൻ കേട്ടോ. മനസ്സിലായോ? ശ്രദ്ധിക്കുക, അധികം ആരും നോക്കാത്ത പ്രോബ്ലമാണ്. ഫോർമുല പഠിച്ചു വയ്ക്കുക. ഒന്ന് പ്രാവശ്യം എന്താ വെച്ചാൽ ഒരു പ്രോബ്ലമെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. 3.23 ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കിക്കൊള്ളേ. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി വരുമ്പോൾ മീഡിയൻ കാണാനുള്ള ഫോർമുല. ശ്രദ്ധിച്ചോളേ, അതായത് മീഡിയൻ്റെ ഞാൻ പറഞ്ഞില്ലേ, മീഡിയൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 3 രീതിയാണ്. മനസ്സിലായോ? അതായത് ഇൻഡിവിജ്വൽ കേസിൽ കാണുന്ന പോലെയല്ല ഇതിപ്പോൾ അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് സൈസ് ഓഫ് എന്നുള്ള ഫോർമുലയല്ലേ. ഇനി ക്ലാസ് ഇൻ്റർവെൽ വരുമ്പോൾ വേറൊരു ഫോർമുലയാണ്, അതുകൂടി ഞാൻ പഠിപ്പിച്ചു തരാവേ. ക്ലാസ് ഇൻ്റർവെലിൻ്റെ ക്വസ്റ്റ്യൻ, കാരണം എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു മീഡിയനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം പഠിച്ചിട്ട് പോണേ, ബ്ലാങ്ക് ആക്കി വിടരുതേ. ഒരു പ്രോബ്ലം പഠിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് വീഡിയോ നിർത്താം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ക്ലാസ് ഇൻ്റർവെലിൻ്റെ പ്രോബ്ലമാണ്. ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തരുമ്പോൾ മീഡിയൻ്റെ ഫോർമുലയും സ്റ്റെപ്സും ഒക്കെ മാറുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളേ. പിന്നെ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞ ക്ലാസ് ഇൻ്റർവെലിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇടാതെ അതിൽ തന്നെ ഒരു ടെസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ക്വസ്റ്റ്യന് പ്രത്യേകത ഉണ്ട്. ഈ ക്വസ്റ്റ്യന് പ്രത്യേകത ആണ് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലില്ലേ, അത് എന്താ പറയുക, നേരത്തെ പോലെ ഇതുവരെ ചെയ്ത പ്രോബ്ലം 0 to 10, 10 to 20, 20 to 30 അങ്ങനെയല്ലേ വന്നിരുന്നത്. പക്ഷെ ഇത് നോക്കുക, അത് അവിടുന്ന് ക്ലോസ് ആയിട്ടല്ല, ഓപ്പൺ ആയിട്ട് പോയത്. 16 to 20 വന്നു. മനസ്സിലായോ? അതായത് പിന്നെ 20 വരുന്നില്ല. പിന്നെ എന്താ വരുന്നത്? 21 to 25. പിന്നെ 25 എന്നല്ല വരുന്നത്, 26. അത് ഒരെണ്ണം ഗ്യാപ്പിട്ട് പോയി. മനസ്സിലായോ? അപ്പോൾ ഇതിനെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഇതുവരെ ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അങ്ങനെയുള്ള ഒന്ന് എന്താ ചെയ്യാന്ന്. മെയിനിനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ മീഡിയൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സാധാരണ ടൈപ്പാക്കി മാറ്റണം. അതായത് ഇതിന് എക്സ്ക്ലൂസീവ് എന്നുള്ള ടൈപ്പാണ് ഇൻക്ലൂസീവ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണേ. കാരണം എൻ്റെ മനസ്സ് പറയുന്നത് ഇതും എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, ഇതെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം സാറ് ലീക്കായി എന്നൊന്നും യൂട്യൂബിൽ പറയണ്ട. ഞാൻ ഒരു സ്ഥലത്തുനിന്നും കിട്ടിയതല്ല, ഒന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ച് പറയുന്നതാണ് കേട്ടോ. ചിലപ്പോഴെങ്ങാനും ചോദിച്ചാലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 16 to 20 ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന പിള്ളേർ സ്റ്റാർട്ടിങ് മുതൽ പഠിപ്പിക്കുന്നുണ്ട് ഈ ടൈപ്പിൽ. 20 to 25 തുടങ്ങുന്നതിന് പകരം 21 to അല്ലേ, ഒരു നമ്പറിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ക്വസ്റ്റ്യൻ മുന്നോട്ട് പോയത്. മനസ്സിലായോ? അങ്ങനെ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോളേ, അങ്ങനെ വരികയാണെങ്കിൽ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് സാധാ നോർമലിലേക്ക് മാറ്റാൻ പോവുകയാണ്. ക്ലാസ് ഇൻ്റർവെല്ലിൽ മാറ്റുന്ന രീതിയാണ് പറയുന്നത്. ഇവിടെ എത്ര എണ്ണത്തിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്? 16 20, പിന്നെ 20 21 ഒരെണ്ണത്തിൻ്റെ ഗ്യാപ്പല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക അല്ലേ, ഒരെണ്ണത്തിൻ്റെ ഗ്യാപ്പിൻ്റെ പകുതി 1/2 എടുത്തു, 0.5. ആ 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുക, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ കൂട്ടുക. അതായത് 16 നിന്ന് കുറയ്ക്കുക. അപ്പോൾ 15.5 അത് മുതൽ 20ൻ്റെ കൂടെ കൂട്ടുക, 20.5. മനസ്സിലായോ? അടുത്തത് 21 നിന്ന് കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 20.5 തന്നെ കിട്ടും. 20.5 മുതൽ 25.5. പിന്നെ 26 0.5 കുറയ്ക്കുക. അപ്പോൾ 25.5. അപ്പോൾ പഴയ മോഡലായി. മനസ്സിലായോ? പിന്നെ 30.5 മുതൽ 35.5, 35.5 മുതൽ 40.5, 40.5 മുതൽ 45.5, 45.5 to 50.5, 50.5 to 55.5. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുവരെ ഫ്രീക്വൻസി എഴുതാം. എത്രയാണ്? 5, 6, 12, 14, 26, 12, 16, 19 കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് എടുത്തത്. ഓക്കെ, ഞാനായിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളല്ല, ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ അവസാനത്തെ ക്വസ്റ്റ്യനായിട്ട് ഇത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ആൾ, ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ ചിലപ്പോൾ ഒന്ന് തൂക്കിയെടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനും തോന്നിയാലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. യെസ്, കുമുലേറ്റീവ് ഫ്രീക്വൻസി. പിന്നെ ബാക്കിയൊക്കെ പഴയതുപോലെ ഈ ക്ലാസ് ഇൻ്റർവെല്ലൊന്ന് മാറ്റുന്നുണ്ട്. കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുകയാണ്. ആദ്യം F5 എഴുതി. 5 6 11, 11 6 13, 23, 23 37, 37 20, 50, 57, 63, 63 73, 75, 10 85, 85 6 91, അത് 100 കേട്ടോ. അപ്പോൾ എന്നെ പറഞ്ഞ് 100 ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, തെറ്റിയെന്ന് നോക്കട്ടെ, 100 തന്നെ ശരിയാണ്. അപ്പോൾ നമുക്ക് കൂട്ടാൻ ഓർമ്മ വന്നു കേട്ടോ. യെസ്, അങ്ങനെ അഡീഷൻ ഞാൻ വീണ്ടും പഠിച്ചിരിക്കുന്ന മക്കളെ. ഇനി എന്ത് ചെയ്യുന്നു? ഇനി മീഡിയൻ കാണാനുള്ള പറഞ്ഞിട്ട് ആദ്യം വരയ്ക്കാനുള്ളതൊക്കെ വരയ്ക്കുക, എന്നിട്ട് മീഡിയൻ കാണാം. എക്സ് നമുക്ക് വേണം. എക്സിൽ നിന്ന് എക്സ് ബാറിനെ കുറയ്ക്കണം, അതിൻ്റെ മോഡുലസ് എടുക്കണം. എക്സ് ബാറിനല്ല കേട്ടോ, മീഡിയനെ കുറയ്ക്കണം, അതിൻ്റെ മോഡുലസ് എടുക്കണം. F(x) മീഡിയൻ ചെയ്യണം കേട്ടോ. ഇത്രയും കോളം നമുക്ക് വേണം. അതുകൊണ്ട് ഇത്രയും വരച്ച് വെച്ചിട്ട് മീഡിയൻ്റെ ഫോർമുല എഴുതാണ് കേട്ടോ. ശ്രദ്ധിക്കുക, മീഡിയൻ. അപ്പോൾ ഇതിൽ ക്ലാസ് ഇൻ്റർവെല്ലിലും മീഡിയൻ്റെ ഫോർമുല വ്യത്യാസമുണ്ട്. മീഡിയൻ്റെ ഫോർമുല ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കേണ്ട വെച്ചിട്ടാണ്. മീഡിയൻ്റെ ഫോർമുല എന്ന് പറയുന്നതാണ് മീഡിയൻ = L പ്ലസ് നമ്മുടെ +1 അല്ലേ. എനിക്കെപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുന്ന ഫോർമുല ഓർമ്മയിൽ വരുന്നേട്ടാ. ഞങ്ങൾ പഠിപ്പിക്കുന്ന രീതിയല്ല +1 ടെസ്റ്റിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ കൺഫ്യൂഷൻ. ഞങ്ങൾ CBF ഉണ്ടെന്ന് പഠിച്ച് നിങ്ങൾ അതിലുള്ള പോലെ എഴുതാം. L + n/2 - c. ഞങ്ങൾ CF എന്നാണ് പഠിച്ചിരുന്നത്, കുഴപ്പമില്ല. n/2 - c × h/f. നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി, ടെസ്റ്റിൽ അങ്ങനെ പറയുന്നത്. ആ ഫോർമുല തന്നെ പോട്ടെ, ഞാനായിട്ട് മാറ്റം വരുത്തുന്നില്ല കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ആദ്യം n/2 കണ്ടുപിടിക്കുന്നു. n-ൻ്റെ പകുതി. n എത്രയാണ്? 100 അല്ലേ. 100ൻ്റെ പകുതി എത്രയാണ്? 100/2, 50. ഇനി കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് വാ. ഈ തന്നിരിക്കുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 50 എവിടെ വരിക? 23ൻ്റെ ഉള്ളിൽ 50 ഉണ്ടോ?
37ൻ്റെ ഉള്ളിൽ 50 ഉണ്ടോ? ഇല്ല. 63ൻ്റെ ഉള്ളിലല്ല 50. അത് വരുന്ന ക്ലാസ് ഇൻ്റർവൽ, ഇതിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ലോവർ ലിമിറ്റാണ് എൽ. അപ്പോൾ 35.5 ആണ് എൽ. അപ്പോൾ എൽ കിട്ടിയോ? ലോവർ ലിമിറ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? എച്ച്. 40.5 നിന്ന് 35.5 കുറയ്ക്കുക. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 5 ആണ് കേട്ടോ. എച്ച് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. എഫ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്രീക്വൻസിയാണ് എഫ്. അപ്പോൾ എഫ് എത്രയാണ്? 26. ഇപ്പോൾ 26 എഫ്. ഇനി ഒരാൾ കൂടി ഉണ്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ. അപ്പോൾ അത് ഈ 63 അല്ല കേട്ടോ, ശ്രദ്ധിച്ചോളേ. 63 അല്ല കുമുലേറ്റീവ് ഫ്രീക്വൻസി. ശ്രദ്ധിക്കണേ, 63 അല്ല. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്? ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ വരച്ചു വെച്ചില്ലേ, അതിൻ്റെ മുകളിലത്തെ ആളാണ് സി എഫ്. ഞങ്ങൾ സി എഫ് എന്നാണ് പഠിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ടെസ്റ്റിൽ സി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു. 37 കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: കുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിങ് മീഡിയൻ ക്ലാസ് എന്നാണ്. മീഡിയൻ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്തല്ലോ, അതിൻ്റെ മുകളിലുള്ള ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സി എന്ന് വിളിക്കുക. ഇനി ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 35.5 പ്ലസ് അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇടാൻ നല്ലതായിരിക്കും. 50 മൈനസ് സി എത്രയാണ്? 37 ഇൻറ്റു എച്ച് ഇൻറ്റു 5/26 കേട്ടോ. കാൽക്കുലേറ്റർ എടുക്കുക, കൂട്ടി നോക്കുക. 35.5 പ്ലസ് 50 നിന്ന് 37 കുറയ്ക്കുമ്പോൾ 13 ഇൻറ്റു 5/26. 13 26 വെട്ടിപ്പോയി, ബാക്കി 2 അല്ലേ. അപ്പോൾ 35.5 പ്ലസ് 5/2. 35.5 പ്ലസ് 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണെന്ന് തോന്നുന്നു. 35, 32, 37, 38 കിട്ടിയിട്ടാ. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 38. യെസ് ആടാ, ശരിയാ. ഓക്കെ, മീഡിയൻ എത്രയാണ്? 38 എന്ന് കിട്ടിയിടാ. കാൽക്കുലേറ്റർ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട. കാൽക്കുലേറ്റർ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതിന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പ്ലസ് 35.5 എന്ന് അടിക്കുക. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ചെയ്യണേ. 50 മൈനസ് 37 ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇൻറ്റു 5 അടിക്കുക, ബൈ 26 അടിക്കുക, ഈക്വൽ ടു. കഴിഞ്ഞ്, ഫിനിഷ്. ഇത്രയും കാര്യം കഴിഞ്ഞില്ലേ? പ്ലസ് 35.5 കൂടി ചെയ്യാം. കേട്ടല്ലോ? അപ്പോൾ 38 കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സ് കണ്ടുപിടിക്കണേ. നമ്മുടെ എക്സ് തന്നിട്ടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ വാല്യൂ ആണ് എക്സ് കേട്ടോ. 15.5ൻ്റെയും 20.5 രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ 20, 35, 36 വരും. 36ൻ്റെ പകുതി എത്രയാണ്? 18 കേട്ടോ. 18 ഇതിൻ്റെ മിഡിൽ വാല്യൂ. പിന്നെ 5 വെച്ച് കൂട്ടിയാൽ മതി. 18, 5, 23 ശരിയല്ലേ? യെസ്. പ്ലസ് 5, 28, 33, 38, 43, 48, 53 കേട്ടോ. അത് ഓരോ എക്സിൽ നിന്നും 38നെ കുറയ്ക്കുകയാണ്. ഞാൻ തൽക്കാലം ഇത് നോക്കി എഴുതാം, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്തോളൂ. ഇത് കുറയ്ക്കുമ്പോൾ 20 കിട്ടും. പിന്നെ 15, 10, 5, 0, 5, 10, 15 അത് എഫ് കൊണ്ട് കുടിക്കുക. അപ്പോൾ 100, 90, 120 ഇത് എഫ് കൊണ്ടാണ് കേട്ടോ. ഇതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ. പിന്നെ 0 അല്ല 70 ഉണ്ട്. 70, 0, 60, 160, 135 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 735 കിട്ടും കേട്ടോ. സോ മനസ്സിലായി ചെയ്തത്? എക്സിൽ നിന്ന് മീഡിയൻ കുറയ്ക്കുന്നു, അതിനെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ എഴുതി. ഞാൻ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കണം. ഓരോ നമ്പറിനെയും ഓരോ എക്സിൽ നിന്നും 38 കുറയ്ക്കുന്നു, ഇവിടെ എഴുതുക ഇൻറ്റു 5 കണ്ടോ. ഇൻറ്റു 5 ചെയ്യുമ്പോൾ 100. അടുത്ത കുറയ്ക്കുന്നു, ഇൻറ്റു 6 ചെയ്യുമ്പോൾ 90 കേട്ടോ. അങ്ങനെ കുറച്ചുകൊണ്ട് ചെയ്തോളൂ. എന്നിട്ട് മീൻ ഡീവിയേഷൻ്റെ ഫോർമുല ഇതാണ്: സിഗ്മ എഫിൻ്റെ മോഡ് എക്സ് മൈനസ് മീഡിയൻ ബൈ ക്യാപിറ്റൽ എൻ. അതായത് 735/100. അപ്പോൾ ആൻസർ 7.35. ഇതാണ് ആൻസർ കേട്ടോ. 7.35 ആണ് മീഡിയൻ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ വേരിയൻസിന്, പ്രത്യേകിച്ച് മാത്സ് ഇഷ്ടമില്ലാത്തവരൊക്കെ വേരിയൻസ് പഠിച്ച് വെച്ചിട്ടുണ്ടാവുക. വേരിയൻസ് പഠിച്ച് പോകുമ്പോൾ ആ സമയത്ത് തലയ്ക്ക് ഒരു ഇരുട്ടടി തരുന്ന പോലെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് പഠിപ്പിച്ചതാണ് കേട്ടോ. കാരണം എനിക്ക് യാതൊരു താല്പര്യമില്ല ഇത് പഠിപ്പിക്കണമെന്ന്. കാരണം ചോദിച്ചിട്ടൊന്നുമില്ല, ഇതുവരെ ചോദിക്കാറുമില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ടിസ്റ്റാണ്. മനസ്സിലായോ? ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വരുന്നത്. ഇപ്പം നിങ്ങളുടെ മോഡൽ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്രിസ്മസ് എക്സാം എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട്. മാത്സ് ഞങ്ങൾ എന്താ പറയുക, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി ട്രിഗണോമെട്രി ഞാൻ പഠിപ്പിക്കാൻ വിചാരിക്കുന്നത്. ട്രിഗണോമെട്രിയുടെ വീഡിയോസ്, കാരണം സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നമ്മൾ ആ രീതിയിൽ പോകണ്ടേ. ട്രിഗണോമെട്രിയിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച്, അതായത് നിങ്ങൾ വലിയ സംഭവമായിട്ട് വിചാരിക്കേണ്ട,
നമുക്കൊരു 3 മാർക്ക് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. 9 മാർക്ക് ട്രിഗണോമെട്രിന്ന് ഒരു 6 മാർക്ക് ഞാൻ മേടിച്ചു തരാം. 3 മാർക്ക് ഞാൻ പറയുന്നില്ല, 9-ൽ 6 മാർക്ക് ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ശരിയല്ലേ? ബൈ ബൈ.